ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ജനാധിപത്യം അലബ്ധിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത്? സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വവും അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴിയെന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. മറ്റേതൊരു മൂർത്തിക്കും പോലെ തന്നെ നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിൻ്റെ പേരിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതന ധർമ്മപ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നത് അതീതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശിവഗിരിയിലെ ആ വേദിയെ സനാതന ധർമ്മികളെ അധിക്ഷേപിക്കാൻ, സനാതന ധർമ്മ വിശ്വാസികളെ അധിക്ഷേപിക്കാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല, ആ പ്രചാരവേല നടത്താൻ വേണ്ടിയിട്ടുള്ള വേദിയാക്കി മാറ്റുന്നത് ശിവഗിരിയെ അവഹേളിക്കുന്നതിന്, ശിവഗിരി വിശ്വാസികളെ, ശ്രീനാരായണീയരെ അവഹേളിക്കുന്നത് തുല്യമാണ്. നമസ്കാരം. ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ സനാതന ധർമ്മ പരാമർശം ദേശീയ തലത്തിൽ അടക്കം ചർച്ചയാക്കുകയാണ് BJP. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയണം എന്നും സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ് എന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഹിന്ദു വിശ്വാസത്തെയും സനാതനധർമ്മത്തെയും അവഹേളിക്കുന്നതാണ് എന്ന് BJP ദേശീയ വക്താവ് ഷഹസാദ് പൂനെവാല വിമർശിക്കുന്നു. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ എന്നാണ് BJP നേതാവ് വി മുരളീധരന്റെ ചോദ്യം. ഗുരുദേവൻ സനാതനധർമ്മ അല്ല എന്നും കേവലം സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണ് എന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം ശരിയല്ല എന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ചാതുർവർണ്ണ്യത്തിൽ തളയ്ക്കാൻ ശ്രമം എന്ന KPCC അധ്യക്ഷന്റെ വാക്കുകൾ പിണറായി വിജയന് പിന്തുണയായി മാറുന്നുണ്ട്. നേരത്തെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ BJP ഉത്തരേന്ത്യയിൽ ആയുധമാക്കിയിരുന്നു. അന്ന് ഉദയനിധി പങ്കെടുക്കുന്നുവെന്ന കാരണത്താൽ മധ്യപ്രദേശിൽ നടത്താനിരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ റാലി കോൺഗ്രസ് നേതാവ് കമൽനാഥിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ ആരും ഉദയനിധിയെ ന്യായീകരിച്ചതുമില്ല. ഉദയനിധിയുടെ പ്രസ്താവനയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്നുകൂടി BJP നേതാക്കൾ പറയുമ്പോൾ കോൺഗ്രസ് വെട്ടിലാകുന്നുണ്ടോ? സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി അവഹേളിച്ചോ? ഹൈന്ദവ വോട്ടുകൾ അകലുന്നത് അപകടം എന്ന തിരിച്ചറിവിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടോ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ B ജയരാജ്, ഇടത് സഹയാത്രികൻ ശ്രീ BG വിഷ്ണു, BJP നേതാവ്, കോൺഗ്രസ് നേതാവ് ശ്രീ VR അനൂപ്, ഒപ്പം നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ്. ആദ്യം ശ്രീ വിഷ്ണുവിലേക്ക്. വിഷ്ണു, ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സുദീർഘമായൊരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ
ആ സനാതന ധർമ്മത്തിൻ്റെ വക്താവായി ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരാളെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങളും ചരിത്രവും സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്, താൻ സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനെ ഇത്തരത്തിൽ സനാതനധർമ്മത്തിൻ്റെ വക്താവ് എന്ന നിലയിൽ ചിത്രീകരിക്കുന്നതിനെയാണ് താൻ വിമർശിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോണ്ടെസ്റ്റിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അദ്ദേഹം സനാതനധർമ്മത്തെ അവഹേളിച്ചു എന്ന് BJPക്ക് പറയാൻ സാധിക്കുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടിയ വിമർശനം തന്നെയാണ് പാർട്ടി സമ്മേളന കാലത്ത് നാളിതുവരെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തങ്ങളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംരക്ഷിച്ചു വന്ന ചില വോട്ട് ബാങ്കുകൾ തങ്ങളിൽ നിന്ന് അകന്നുപോയി. പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷത്തിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്നവരെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും വോട്ട് ചെയ്തതാണ് കേരളത്തിൽ വലിയ മാറ്റത്തിന് കേരളം അരങ്ങൊരുങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിൽ വിരളി പൂണ്ട പിണറായി വിജയന് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രേതം ബാധിച്ചിരിക്കുകയാണ്. സനാതനധർമ്മത്തെ തുടച്ചു നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത അതേ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രേതമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ശരീരത്തിലേക്കും പകർന്നു വന്നിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റങ്ങൾക്കും കേരളത്തിൽ ഹൈന്ദവ നവോത്ഥാനങ്ങളിലൂടെയെല്ലാം ശക്തി പകർന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ ദൈവമായി കണ്ടുകൊണ്ട് ആശയങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ മനസ്സിൽ ഭക്തിയാണ് അദ്ദേഹം നൽകിയത്. ഈശ്വര വിശ്വാസവും ചൈതന്യവുമാണ്. ആ ചൈതന്യത്തെ പിണറായി വിജയൻ അത്യധികം വെറുക്കുകയാണ്. അതുകൊണ്ടാണ് വിഷ്ണു, താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരാമർശം എന്താണ്? ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അദ്ദേഹം ദൈവികമായ അംശം ഉള്ള ആളാകട്ടെ അല്ലാതിരിക്കട്ടെ, പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ സാമൂഹിക പരിഷ്കരണത്തിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം താങ്കൾക്കും ഓർമ്മയുണ്ടാകും. അവിടെ ചാതുർവർണ്ണ്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ശ്രീനാരായണ ഗുരു ആ ഘട്ടത്തിൽ അഭിസംബോധന ചെയ്തിരുന്നത് പ്രധാനമായും പിന്നോക്ക വിഭാഗങ്ങളെയാണ്. അതിൽ വലിയൊരു ശതമാനം ഈഴവർ ആയിരുന്നു. ആ ഈഴവർക്കടക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാഹചര്യമില്ലാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഈഴവ ശിവനെ അടക്കം സ്ഥാപിച്ച ഗുരുദേവനെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഒരു വിഭാഗത്തിന് മാത്രം, അല്ലെങ്കിൽ ഉന്നത മതവിഭാഗമെന്ന് അന്ന് വിലയിരുത്തപ്പെട്ട വിഭാഗത്തിന് മാത്രമായിരുന്നു ദൈവികമായ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം. അത് തെറ്റാണ് എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ആരാധന നടന്നത് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. അതിന് മാറ്റം കുറിച്ച് ഗുരുദേവനെ അതേ സനാതനധർമ്മത്തിൻ്റെ തൊഴുത്തിലേക്ക് കെട്ടാൻ ശ്രമിക്കരുത്, അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? സനാതനധർമ്മം എന്താണെന്ന് പിണറായി വിജയനും MP രാജേഷും നാളിതുവരെ അറിയില്ല. അവരാദ്യം പഠിക്കേണ്ടത് സനാതനധർമ്മം എന്താണെന്നാണ്. പിണറായി വിജയനെയും MP രാജേഷിൻ്റെയും മനസ്സിൽ സനാതനധർമ്മം എന്ന് പറയുന്നത് കേവലം രാജഭക്തി മാത്രമാണ്, അല്ലെങ്കിൽ രാജവാഴ്ച നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഇല്ലെങ്കിൽ ജാതീയത നിലനിന്നിരുന്ന ഈ വർണ്ണവ്യവസ്ഥ നിലനിരുന്ന ഒരു സമൂഹമാണ് സനാതനധർമ്മം എന്ന് വിശ്വസിക്കുന്ന പിണറായി വിജയനും ശ്രീ MP രാജേഷ് അടക്കമുള്ളവർ സുന്ദര വിഡ്ഢികളുടെ ലോകത്താണ്. കാരണം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൽ പകർന്നു നൽകിയത് അരുവിക്കരയിലെ ശിവപ്രതിഷ്ഠ, ശിവഗിരി, ഇതെല്ലാം സനാതനധർമ്മത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ്. 1931 പള്ളുത്തിയിലെ യോഗത്തിൽ പോലും ഇതെല്ലാം വ്യക്തമായി കേരളത്തിൽ ഗുരുദേവൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദുർബലരായ ജനവിഭാഗങ്ങളെ ഈശ്വരീയതയുടെ മാർഗത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംഘടിപ്പിച്ച് ഈശ്വരീയതയിലേക്ക് കൈവച്ചു ഉയർത്തിയ ശ്രീനാരായണ ഗുരുദേവനെ മനസ്സിലാക്കാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ സമാധാനത്തിന് വേണ്ടി നിലനിന്നിരുന്നു. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്നാണ് തൻ്റെ ഓരോ വാക്കിലും പറഞ്ഞത്. അതാണോ കേരളത്തിൽ ഗുരുദേവന്റെ വഴിയിലൂടെയാണ് ഞങ്ങൾ കേരളത്തെ തെളിച്ചു എന്ന് പറയുന്ന പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നേ ദിവസം തന്നെ കൊടിസുനിക്ക് പരോൾ നൽകുന്നു. കൊലപാതകളുടെ വീട്ടിലെ ഗൃഹപ്രവേശനം CPMന്റെ നേതാക്കന്മാർ ചെയ്യുന്നു. അങ്ങനെ ഗുരുദേവ ദർശനങ്ങളുമായി ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുകയും സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എന്തോ ഭീകരമായ വസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളുടെ കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഭയത്തിലാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഈ നിമിഷം വരെ. അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനടക്കം അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. കാര്യം ഇതൊന്നും പക്ഷേ പോത്തിനോട് വേദം ഓതുന്ന പോലെ പിണറായി വിജയനോടും MP രാജേഷിനോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. അവിടെ വച്ച് തന്നെ പിണറായി വിജയൻ തിരുത്തി കിട്ടിയിരിക്കുകയാണ്. അതാണ് അതിനുള്ള കൃത്യമായ ഉത്തരം. റൈറ്റ്. പക്ഷേ ഈ BJP നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം.
ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞ പ്രസ്താവനയെന്നാണല്ലോ എന്ന്. അദ്ദേഹം അതിന് പറയുന്ന മറുപടിയും അങ്ങനെയെങ്കിൽ ഈ മട്ടിലാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സാമൂഹിക അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വോട്ട് ബാങ്കാണ് ലക്ഷ്യമെങ്കിൽ ഇതായിരുന്നില്ലല്ലോ ശ്രീ വിഷ്ണു, പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെ ഒരു നേതാവ് പറയേണ്ടത്. ഇതൊരു പരിധിവരെയെങ്കിലും സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന കൃത്യമായ ബോധ്യമുണ്ടാകുമല്ലോ. നമ്മൾ ഈ വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉദയനിധി സ്റ്റാലിൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ BJP അതിനെ എത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി എന്ന് അറിയാത്ത നേതാവൊന്നും ആയിരിക്കില്ല പിണറായി വിജയൻ. ഇടതുപക്ഷ നേതാക്കൾ അവിടെ സ്വാഭാവികമായും കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അത് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ബോധ്യവുമില്ലാതെ പിണറായി വിജയൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തുമെന്ന് കരുതാനാകുമോ ശ്രീ വിഷ്ണു? കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവർ ജാതികൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക്, രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞ ദിവസം മുതൽ പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഏത് വിധേനയും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ ജാതി പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം തന്നെയാണ് പിണറായി വിജയനും ഇപ്പോൾ കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ജാതീയമായ പരസ്പരം ജനങ്ങൾ എതിർത്താൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളൂ പല കാലങ്ങളിൽ തന്നെ അവർ നടപ്പിലാക്കിയതാണ്. അത് അവർക്ക് വീണ്ടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിലനിർത്തണം. അതുകൊണ്ടാണ് അവർ ബംഗാളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ ത്രിപുരയിൽ നിന്നൊക്കെ തുടച്ചു നീക്കപ്പെട്ടത്. കാരണം വലിയ രീതിയിലുള്ള ഹൈന്ദവ ഏകീകരണത്തെ എപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ദുസ്വപ്നം തന്നെയാണ്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ B. ജയരാജ് ഉണ്ട്. ശ്രീ ജയരാജ്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുദീർഘമായ ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിന്റെ വലിയൊരു ശതമാനം സമയവും അദ്ദേഹം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സനാതന ധർമ്മകാലത്തെ പ്രതിസന്ധികളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച്, രാജഭരണത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് അതെല്ലാം അദ്ദേഹം ഊന്നിക്കാണിക്കുന്നു. അവിടെ ചില ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതന ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റു പല ഭാഗങ്ങളും അവിടെ ഹൈഡ് ചെയ്യപ്പെടുന്നു. എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. അതിനപ്പുറത്ത് കൂടുതൽ സമയം ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനോ അദ്ദേഹം നടത്തിയ പ്രവർത്തികളെക്കുറിച്ച് പറയാനോ അല്ല അദ്ദേഹം കണ്ടെത്തിയത് എന്നത് ആ പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാകും. ഗുരുദേവനെ കുറിച്ച് പറഞ്ഞില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പ്രസംഗം ഉടനീളം കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് തോന്നിപ്പോയാൽ അതിനെ തെറ്റായി പറയാൻ സാധിക്കില്ല. അതല്ലേ BJP യഥാർത്ഥത്തിൽ ഇപ്പോൾ ആയുധമാക്കി മാറ്റുന്നത്? പ്രത്യേകിച്ച് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില വിവാദങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കേരളത്തിലടക്കം ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ മുഖ്യമന്ത്രിയും ഇത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആണ്, വോട്ട് ബാങ്കുകൾ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് BJP പറയുന്നു. ശ്രീ ജയരാജ്, താങ്കൾക്ക് കേൾക്കാമോ? സൗണ്ട് പോയി കേട്ടോ. ശരി, ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. താൻ ഗുരുദേവനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുരുദേവനെ ചിത്രീകരിക്കേണ്ടത് സനാതന ധർമ്മത്തിന്റെ വക്താവായിട്ടല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണോ നടത്തിയത് ശിവഗിരി? ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, സനാതന ധർമ്മ വിശ്വാസിയാണ്. ഗുരുദേവൻ ഒരു സനാതന ധർമ്മത്തിന്റെ വക്താവാണെന്ന് മാത്രം പറയുന്നത് അത് ഗുരുദേവനെ കുറയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗുരുദേവനാണ് സനാതന ധർമ്മം. സാക്ഷാൽ മഹാത്മാഗാന്ധി വരുമ്പം പോലും ഗുരുദേവനെ അഡ്രസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ്. അതായത് ഗുരുദേവൻ 44 അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചു, 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ശാരദാദേവി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, കണ്ണാടി പ്രതിഷ്ഠ അടക്കം 44 ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച ആചാര്യവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ താങ്കളെ ശല്യപ്പെടുത്തുകയോ ഇടപെടുകയോ അല്ല. താങ്കൾ മഹാത്മാഗാന്ധി ഗുരുദേവനെ എങ്ങനെ അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതേ ഗുരുദേവനോട് മഹാത്മാഗാന്ധി ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് ഈ കുലം, ജനിക്കുന്ന കുലം, മതം, ജാതി, ഇതിനെയൊക്കെ എങ്ങനെയാണ് തേച്ചു മാച്ച് കളയാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി ഉണ്ടല്ലോ. തൊട്ടടുത്ത് നിന്നൊരു മാവിലേക്ക് ചൂണ്ടി ആ മാവിൻ്റെ ഇലകളാണ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള ഇലകളുണ്ട്, പക്ഷേ അത് ഇടിച്ചു പിഴിഞ്ഞെടുത്താൽ ഒരു ചാറ് മാത്രമായിരിക്കും ലഭിക്കുക എന്നുകൂടി പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന്
പറയേണ്ടി വന്നത്? അതായത് മഹാത്മാഗാന്ധിയെ പോലെ ഒരാളുടെ സംശയത്തിന് ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ടി വന്നുവെങ്കിൽ അത് അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? യാതൊരു സംശയവുമില്ല. മാത്രമല്ല, മഹാത്മാഗാന്ധി വാസ് ഇൻസ്പയർഡ് ബൈ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ വളരെയധികം മഹാത്മാഗാന്ധി ഇൻസ്പയർ ചെയ്തു. ആ യാത്രയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനുയായികളോടും വിശ്വാസികളോടും മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കണം, ദേശീയ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു അദ്വൈതിയായിരുന്നു. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനാണ് യഥാർത്ഥത്തിൽ, ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ആളല്ല, നമ്മളെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ ആൾക്കാരാണെന്നുള്ള തിരിച്ചറിവ് വേണം. ഒരു കയ്യിൽ സനാതന ഹിന്ദു ധർമ്മത്തെ അദ്ദേഹം രക്ഷിച്ചു, നമ്മുടെ ജാതീയത അടക്കമുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം പരിഹരിച്ചു. അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ, ഭാരതകേസരി മന്നത്തൂത്നാമൻ അവർ, അതുകൊണ്ടാണ് ഭാരതകേസരി മന്നത്തൂത്നാമൻ ഒരു വരി തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും നായരും ഈഴവരും പുലേരും നമ്പൂതിരിയും ക്ഷത്രിയരും ഒക്കെയാണ്, എന്നാൽ അതോടൊപ്പം ഇന്ന് നമ്മളെല്ലാം ശ്രീനാരായണീയരാണ്. അതായത് ഈ നാട്ടിലെ നായരും ഈഴവനും നമ്പൂതിരിയും പുലേനും ധീവരനും വെള്ളാളനും എല്ലാം ശ്രീനാരായണീയൻ കൂടെയാണ് എന്ന തിരിച്ചറിവിലാണ്. നമ്മുടെ ഇടയിൽ ഉണ്ടായ ഒരു ലോക ഗുരുവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ബുദ്ധന്റെ ഹൃദയവും ശങ്കരന്റെ ബുദ്ധിയും ഒരുമിച്ച് ചേർന്ന നമ്മുടെ ഇടയിലുള്ള ലോക ഗുരുവാണ് അദ്ദേഹം. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു മതവുമായിട്ടോ സനാതന ധർമ്മമായിട്ടോ മാറ്റിവെക്കണ്ട. നമ്മുടെ നാട്ടിലും ഈ സനാതന ധർമ്മത്തിൽ ജനിച്ച ഏറ്റവും വലിയ ഗുരുപരമ്പരകളിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ അവിടെ എന്തിനാണ് നമ്മൾ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനെ അടർത്തി മാറ്റുന്നത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് സനാതന ധർമ്മത്തെ അടർത്തി മാറ്റുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ധർമ്മഗുരുവും അവതാര സമാനനായ ഒരു വ്യക്തിയും അവതാര പുരുഷനുമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ വിശ്വാസധാരയിൽ നിന്ന് മാറ്റുന്നത്? അല്ല, അവിടെ അതിന് ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാത്മാഗാന്ധിക്ക് പോലും തോന്നിയ ആ സംശയത്തിലേക്ക് തിരികെ പോകരുത് എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ കൃത്യമായി ഈ സനാതന ധർമ്മത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പുള്ള വരി അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. ഗോബ്രാഹ്മണ്യേഭ്യോ ശുഭമസ്തു നിത്യം എന്ന് പറയുന്ന. ശരി, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം സനാതന ധർമ്മത്തിന്റെ ഭാഗമായി വരികയും അത് മാറ്റിവെക്കുകയും മറുഭാഗം മാത്രം പറയുകയും ചെയ്യുന്നത് എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അല്ല, അവിടെയാണ് ഒരൊറ്റ കാര്യം മാത്രം. നമ്മുടെ ഇടയിൽ തെറ്റുകൾ ഉണ്ടായിരുന്നില്ലേ? 100% ഉണ്ടായിരുന്നു. അവിടെയാണ് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി 2 ആഴ്ച മുമ്പ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ പിന്നോക്കക്കാരെ 2000-3000 വർഷം മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല, നമ്മൾ അവർക്ക് ബഹുമാനം കൊടുത്തിരുന്നില്ല, സ്നേഹമോ കെയറോ കൊടുത്തിരുന്നില്ല. ചരിത്രത്തിൽ ജാതീയതയുടെ പേരിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ഗാന്ധിജി അടക്കം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വന്നത്. സവർണ ജാഥ നടത്തിയ മന്നത്തൂത്നാവൻ ആർക്ക് വേണ്ടിയാണ് സവർണ ജാഥ നടത്തിയത്? സവർണ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇടയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ജാതീയത ഒരു വലിയ പ്രശ്നമായിരുന്നു. ആ ജാതീയതയുടെ ഇഫക്ട്സ്, തെറ്റിന്റെ ഇഫക്ട്സ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല. അതിനെ അതിജീവിച്ചവരാണ് ശ്രീനാരായണ ഗുരുദേവൻ, അതിനെ അതിജീവിച്ചവരാണ് ചട്ടമ്പി സ്വാമി അവർകൾ, തൈക്കാട് അയ്യാഗുരു, വൈകുണ്ഠസ്വാമി അവർകൾ, അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവൻ, പണ്ഡിറ്റ് കറപ്പൻ, മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആൾക്കാർ നമ്മളുടെ നവോത്ഥാനത്തിന്റെയും ആത്മീയതയുടെയും വലിയ അടിസ്ഥാനമാണ്. അപ്പൊ ഇവരെ ഈ ആത്മീയധാരയിൽ നിന്ന് മാറ്റി നിർത്തണ്ട. ഇവരാരും നിരീശ്വരവാദികളായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനെ നിരീശ്വരവാദികൾ പോലും ഇഷ്ടമായിരുന്നു. സഹോദരൻ അയ്യപ്പനെ പോലുള്ള മഹാനായ ചിന്തകർ ശ്രീനാരായണ ഗുരുദേവനോട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വിയോജിച്ചിരുന്നവരാണ്. അപ്പോ ഈ സനാതന ധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തെയും വർണ്ണാശ്രമവും ജാതിയും മാത്രമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇതൊരു വിശ്വാസധാരയുടെ ഭാഗമാണ്. ഇതിൽ ഒരുപാട് വേർതിരിവുകളുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണ്. ഹിന്ദു ധർമ്മത്തിൽ ജനിച്ച ഏറ്റവും വലിയ സന്യാസിമാരിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവതാര സമാനനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അടർത്തി മാറ്റുന്നത് ശരിയല്ല. കാര്യം നമ്മുടെ ചരിത്രത്തിൽ ജനിച്ച പൂർണ്ണനായ ഒരു ഗുരു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ പരിശോധിക്കൂ, എല്ലാം ഹൈന്ദവ ആത്മീയധാരയും വേദാന്തവും അദ്വൈതവും തന്ത്രവും ഒക്കെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ മതസൗഹാർദ്ദവാദിയായിരുന്നു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു. ലോക മതമഹാസമ്മേളനവും മതസൗഹാർദ്ദവും ഒക്കെ നടത്തി. ശ്രീനാരായണ ഗുരുദേവനാണ് നമ്മുടെ ഐഡിയൽ റോൾ മോഡൽ, അല്ലെങ്കിൽ വിവേകാനന്ദനാണ്, മഹാത്മാഗാന്ധിയാണ്. ഇവരെല്ലാം ഹിന്ദു പാരമ്പര്യത്തിൽ ജനിച്ചവരുമാണ്. ഇവരാരും ഹിന്ദുത്വവാദികളാണെന്നല്ല പറയുന്നത്, ഇവരാരും ഗോഡ്സേവാദികളാണെന്ന് അല്ല പറയുന്നത്. പക്ഷേ ഇവരെല്ലാം സനാതന ഹിന്ദു ഭാരതീയ ഋഷി പരമ്പരയുടെ ഭാഗമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുന്നതിന് പകരം ഇവരെല്ലാം സാമൂഹ്യ പരിഷ്കാരത്തിൽ മാത്രമാണെന്നോ മതേതരവാദികൾ മാത്രമാണെന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ബിംബങ്ങളിൽ ഒന്നാണ്. നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ലേ കാണുന്നത്? പ്രാർത്ഥനയോടെ, ആദരവോടെ. ശിവഗിരിയിലൊക്കെ ഇനി ഒരു കാര്യം കൂടെ പറയാം. സച്ചിദാനന്ദ സ്വാമി
സ്വാമികളോടും അങ്ങേയറ്റം ബഹുമാനമാണ്. കഴിഞ്ഞ ഓണത്തിന് ആദരണീയരായ സാദിഖ് അലി തങ്ങളോടൊപ്പം ക്ലിമിസ് തിരുമേനിയോടൊപ്പം ഓണം അവിടെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അവരെ 3 പേരെ ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. ശിവഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗമാണ് നമ്മളെല്ലാം. ആ ഭാഗങ്ങളെ വേർതിരിക്കാൻ നോക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് അഭ്യർത്ഥന. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനൂപ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ VD സതീശൻ്റെ പ്രതികരണമടക്കം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ്. സനാതനധർമ്മം എങ്ങനെയാണ് ചാതുർവർണ്ണ്യത്തിൻ്റെ ഭാഗമാകുന്നത്? മുഖ്യമന്ത്രി ഉദ്ദേശിച്ച ആളുകൾക്ക് അവകാശപ്പെട്ടതല്ല സനാതനധർമ്മം. പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന വർഗീയതയാണ് കേരളത്തിലുള്ളത്. സനാതനധർമ്മം നമ്മുടെ സംസ്കാരമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു നേരത്തെ KPCC അധ്യക്ഷൻ്റെ വാക്കുകൾ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അപകടത്തിൽപ്പെടുത്തുന്നുണ്ടോ കോൺഗ്രസിന്? പ്രത്യേകിച്ച് താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ഇത്തരമൊരു പരാമർശം നേരത്തെ നടത്തിയത് ആരാണ് എന്നും ആ പരാമർശം ഏത് തരത്തിലായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നതുമൊക്കെ. അന്ന് ഉദയനിധി സ്റ്റാലിൻ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ ചില യോഗങ്ങൾ റദ്ദാക്കപ്പെട്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒരിക്കലുമില്ല അഭിലാഷ്. ഇവിടെ ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും വാക്കുകൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണ്. KPCC പ്രസിഡന്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു, ഗുരുദേവനെ റാഞ്ചാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറാണെന്ന് സുവ്യക്തമാണ്. അതേസമയം ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത് കേരളത്തെ മുഴുവൻ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ വർഗീയത പടർത്താൻ സംഘപരിവാർ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ചില വാക്കുകൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്നതാകും ഉചിതമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ KPCC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും ശ്രീനാരായണ ഗുരുവിനെ സംഘപരിവാർ റാഞ്ചാനുള്ള പരിശ്രമങ്ങൾക്ക് 100% എതിരാണ് എന്നുള്ളത് ഈ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല അവരെ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും. ഇവിടെ അതിലെന്താണ് ഒരു റാഞ്ചൽ ഉള്ളത്? ഇതിലെവിടെയാണ് ഈ റാഞ്ചൽ എന്ന് പറയുന്ന ഒരു സാങ്കത്യം? ഇപ്പോൾ ശ്രീനാരായണ ഗുരു അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ജാതി വിഭാഗത്തിന്റെ എന്നൊന്നും തീർത്തും പറയാൻ പറ്റില്ല. പക്ഷേ ഈഴവ വിഭാഗം അവരുടെ ആത്മീയ നേതാവായി കാണുന്നുണ്ട്. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കൃത്യമായ ഒരു മതവിഭാഗത്തിന്റെ എന്നുള്ളതല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഉന്നമതിക്ക് വേണ്ടി മാത്രമൊന്നും അല്ല പ്രവർത്തിച്ചത്. അന്ന് സാമൂഹികമായി പിന്നിൽ നിന്നിരുന്നു അദ്ദേഹം ജനിച്ച വിഭാഗം കൂടി. അതുകൊണ്ട് ആ വിഭാഗത്തിന് കൂടി കൂടുതൽ ഊന്നൽ നൽകി എന്നുള്ളതേ ഉള്ളൂ. അല്ല, തീർച്ചയായും ശ്രീനാരായണ ഗുരു ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളായി സങ്കുചിതമായി അങ്ങനെ ചിത്രീകരിക്കേണ്ട ആളല്ല എന്ന് തന്നെയാണല്ലോ ഞങ്ങളും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് റാഞ്ചാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രം ഈ സമീപ ഭൂതകാലത്തിൽ തൊട്ട് തുടങ്ങുന്നതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല. ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടേതാക്കി മാറ്റാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്ന് പറയുന്നത് എന്താണ് സനാതന ധർമ്മം എന്നതിനെ കുറിച്ചാണല്ലോ. അതിലേക്ക് ഡീറ്റെയിൽ ആയി ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം വളരെ കൃത്യമായി ഉറപ്പാണ്. ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് സനാതന ധർമ്മം എന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഞാൻ പറയുകയാണ്, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള സനാതന ധർമ്മത്തിന് ഗുരു എതിരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംഘപരിവാർ പറയുന്ന സനാതന ധർമ്മത്തിന് അതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. RSS രൂപീകരിക്കുമ്പോൾ ജീവിച്ചിരുന്ന ഒരാളാണ് ശ്രീനാരായണ ഗുരു. 1925 രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിക്കപ്പെടുന്നതെങ്കിൽ 1928 സെപ്റ്റംബർ 20 ഗുരു സമാധിയാകുന്നത്. അതുവരെയുള്ള ഗുരുവിന്റെ ജീവിതം തന്നെയാണ് അതിന് തെളിവ്. ഇവിടെ ബഹുമാന്യനായ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം വസ്തുതയാണ്. പക്ഷെ ആ വസ്തുത മാത്രമല്ല സത്യം, അത് അർദ്ധസത്യമാണ്. അതിന്റെ കൂടെ ചില സത്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, വിനായകാഷ്ടകം രചിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ പ്രതിഷ്ഠകൾ നടത്തിയ ആ ഗുരു അതിന്റെ പേരിൽ മാത്രം കേവലം ഒരു ഹിന്ദു സന്യാസിയായി പരിമിതപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അദ്ദേഹം തന്നെ ഉച്ചരിച്ച വേറൊരു വാചകമുണ്ടല്ലോ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ വാചകത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സന്ദർഭമുണ്ട്. കമുകിൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈഴവരായ കുറച്ച് ആളുകൾ
ക്രിസ്ത്യാനികളായി മാറാൻ പോകുന്നു, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പോകുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ചില ഈഴവ പ്രമാണിമാർ ഗുരുവിനെ ക്ഷണിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇവർ ക്രിസ്ത്യാനികളായി പോവുകയാണല്ലോ ഗുരു വന്ന് അവരെ തിരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസദാർഢ്യം ഉറച്ചതാണെങ്കിൽ അവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഒരു ശ്രീനാരായണ ഗുരു കൂടിയുണ്ട്. അതുകൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതുകൂടി നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു തന്നെ പറയുന്നുണ്ട്, ഗുരു എന്തുകൊണ്ടാണ് ഹിന്ദു മതക്ഷേത്രങ്ങൾ മാത്രമാണല്ലോ പ്രതിഷ്ഠിച്ചതെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മളോട് അവരുടെ ദേവാലയങ്ങൾ നിർമ്മിക്കാൻ ആവശ്യപ്പെടുമായിരുന്നെങ്കിൽ ഞാൻ അതും നിർമ്മിച്ചു കൊടുത്തേനെ എന്ന് പറയുന്ന ഗുരു ഉണ്ട്. ഗുരു ഒരേ സമയം ഗുരുവിനെ ദൈവമായി കാണുന്ന കുമാരനാശാനുണ്ട്. നാരായണമൂർത്തെ, ഗുരു നാരായണമൂർത്തെ എന്ന് പറഞ്ഞ് ഗുരുവല്ലോ പരദൈവം എന്ന് പറഞ്ഞ് ഗുരുവിനെ സ്തുതിച്ച കുമാരനാശാൻ ഉള്ളപ്പോൾ തന്നെ യുക്തിയാണ് എന്തിന്റെയും ഉരകല്ല് എന്ന് പറയുന്ന കേരളീയ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രാരംഭ പിതാവായ സഹോദരൻ അയ്യപ്പനും ഗുരുവിനെ അനുധാവനം ചെയ്ത ആളാണ്. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമായി അടിവരവിട്ട് ആധികാരികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു ശ്രീനാരായണീയനുമാണ്. ഒരു ശ്രീനാരായണീയന് അഭിമാനത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണെന്ന് പറയാൻ കാരണം SNDP യോഗത്തിന്റെ 2 സെക്രട്ടറിമാരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രസ്ഥാനമാണിത്. എന്തായാലും നമുക്ക് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. താങ്കൾ ഈ പറയുന്നത് പോലെ സംഘപരിവാർ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് നിർത്തുന്ന സനാതനധർമ്മമല്ല ഇവിടെ ഗുരുദേവൻ പിന്തുടരുന്നത് എന്ന് പറയുമ്പോൾ ഇതാ VD സതീശൻ പറയുന്നത് എന്താണ്? സനാതനധർമ്മം നമ്മുടെ സംസ്കാരമാണ് എന്നാണ്. അല്ല, VD സതീശൻ പറഞ്ഞതിലേക്കാണല്ലോ ഞാൻ പറഞ്ഞത്. VD സതീശൻ പറഞ്ഞത് എന്താ? അങ്ങനെ കെ സുധാകരനും VD സതീശനും പറഞ്ഞതിന്റെ സ്പിരിറ്റ് ഒന്ന് തന്നെയാണെന്ന് ഞാൻ ആദ്യം പറയുമ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഉത്തരമുണ്ട്. കെ സുധാകരൻ പറഞ്ഞു ഗുരുവിനെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന്. VD സതീശൻ പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് VD സതീശൻ സംഘപരിവാർ പദ്ധതികളെ കുറിച്ച് അറിയാത്ത ആളാണോ? കേരളത്തിലെ ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ മുഴുവൻ പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു എന്ന് പറയുന്ന വർഗീയ വിഷത്തെ കേരള നിയമസഭയിൽ വെച്ച് ആധികാരികമായി പ്രതിരോധിച്ചതാണല്ലോ VD സതീശൻ. അദ്ദേഹം പറഞ്ഞത് ഈ കാലം എന്ന് പറയുന്നത് അത്രമേൽ സങ്കീർണമാണ്, അതുകൊണ്ട് സംഘപരിവാറിന് സനാതന ധർമ്മത്തെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ട എന്ന് പറയുന്ന സതുദ്ദേശപരമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത്. കെ സുധാകരൻ പറഞ്ഞത്. എന്തായാലും അവരുടെ ഭാഷകളിൽ വൈരുദ്ധ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ ജയരാജ്, താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആവർത്തനം പോകുന്നില്ല, മറിച്ച് ഇവിടെ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം, ഒന്ന് സംഘപരിവാർ അവിടെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിനെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസംഗം എന്നത് അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനയാണ് പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ് BJPയുടെ പ്രതികരണം. അതിന് എന്താണ് മറുപടി? ഒന്നാമത്തെ കാര്യം, വോട്ട് ബാങ്ക് തിരികെ പിടിക്കുക എന്ന് പറയുന്നതിനകത്ത് ശ്രീനാരായണീയരെല്ലാവരും വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നതെന്ന് ആരാണ് പറഞ്ഞത് അഭിലാഷിനോട്? അത് തെറ്റായൊരു സമീപനമാണ്. ശ്രീനാരായണർക്ക് പല പല രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളുണ്ട്. അതൊരു വോട്ട് ബാങ്കായിട്ട് ഇൻടാക്റ്റായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഒന്നുമല്ല. അതവിടെ നിൽക്കട്ടെ, അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണഗതികളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ സ്വാമി വിവേകാനന്ദനെ എങ്ങനെയാണ് സംഘപരിവാറുകാർ ഹൈജാക്ക് ചെയ്തത്? നിരീശ്വരവാദി അന്ധവിശ്വാസികളായ വങ്കന്മാരാവുന്നതിനേക്കാൾ നല്ലത് കൊടിയ നിരീശ്വരവാദിയായി മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെയാണ് വളരെ ക്ലീനായിട്ട് സംഘപരിവാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയത്. അവരുടെ എല്ലാ പരിപാടികളും വിവേകാനന്ദ ജയന്തി അടക്കമുള്ള പരിപാടികൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഇൻട്രൂഷൻ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിനകത്ത് 2 തരത്തിലുള്ള ആംഗിളുണ്ട്. ഇനി സനാതനധർമ്മം പറയുന്ന സംഘപരിവാർ പറയുന്ന സനാതനധർമ്മവും യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിന്റെ അർത്ഥവും, സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ്. അതിനൊരു ആദ്യവുമില്ല അന്തവുമില്ല. ഹിന്ദുയിസത്തിനൊരു പിതാവുമില്ല. ഈ പറയുന്ന കണക്കോലെ ഹിന്ദു മതത്തിന് ഒരു പിതാവില്ലാത്തത് കാരണം അതിന് ആദ്യവുമില്ല അന്തവുമില്ല. അതിങ്ങനെ ചേഞ്ചസ് അനുസരിച്ച് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആളുകളെ ആരാധിക്കാതിരിക്കുകയാണ്
ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള വളരെ വിശാലാടിസ്ഥാനത്തിലുള്ള ഒരു പേഗൻ റിലീജിയനാണ്. യെസ്, അവിടെയാണ് ഞാനൊരു ഇടപെടൽ നടത്തുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതര ജാതി മതവിഭാഗങ്ങൾക്ക് പലപ്പോഴും അവർക്ക് ആധികാരികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ട്, ആ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന ജീവിത രീതികളുണ്ട്. പക്ഷേ ഹൈന്ദവ വിഭാഗത്തിന് അങ്ങനെയൊന്നില്ല. അങ്ങനെയൊന്നില്ലാത്ത സാഹചര്യത്തിൽ സാമൂഹികമായ പല പരിഷ്കരണങ്ങളിലൂടെ ഈ വിഭാഗം കടന്നു വരികയും ചെയ്തിട്ടുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെപ്പോലൊരാൾ വീണ്ടും ഈ സനാതന വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതാണ് സംശയമായി തോന്നുന്നത്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ പറയൂ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത നമുക്ക് വേണം. നമ്മളിപ്പം പറയാറുണ്ട് ഇസ്ലാം പരിശുദ്ധമാണ്, പക്ഷെ ഇസ്ലാമിസം തെറ്റാണ്. അതേപോലെ ബ്രാഹ്മണ്യം പരിശുദ്ധമാണ്, പക്ഷെ ഈ ബ്രാഹ്മണിക്കൽ വാദം, ഗോഡ്സെ ഒക്കെ ഈ ബ്രാഹ്മണിക്കൽ വാദിയാണ്, ആ ബ്രാഹ്മണിക്കൽ വാദം തെറ്റാണ് എന്ന്. അപ്പോ ആ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് പവിത്രമായ ഒരു വാക്കാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ, കാലത്തിന് അതീതമായി നിൽക്കുന്നത്. ധർമ്മം എന്ന വാക്കും വളരെ ആഴമേറിയ ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ തത്തുല്യമായ ഒരു ട്രാൻസ്ലേഷൻ പോലും ഇല്ല. അപ്പൊ ഈ ധർമ്മത്തെ മോശമായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ജാതീയത തെറ്റാന്ന് പറയൂ, നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് കൈയടിക്കും. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസോ BJP-യോ CPM-ഓ ആപ്പോ ഏതെങ്കിലും പാർട്ടി അതിനെ എതിർക്കുമെന്ന്. ജാതീയത തെറ്റായിരുന്നു, സമുദായം, പക്ഷെ ജാതീയത തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എഗ്രി ചെയ്യും. ഇനി ഒരു വരി കൂടെ പറഞ്ഞ ഒറ്റ വരി എടുക്കും. അവിടെയാണ് ശ്രീ VD സതീശന്റെ നിലപാട് പ്രസക്തമാകുന്നത്. അത് രാഹുൽ പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. രാഹുൽ, എന്റെ അവസരമാണ്, താങ്കൾ സംസാരിച്ചല്ലേ. ശ്രീ രാഹുൽ വളരെ സമയമായി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം ചില ടെക്നിക്കൽ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുമായിരുന്നു. ക്ഷമിക്കുക. പറയൂ. ഈ രാഹുൽ പറഞ്ഞത് ഈ പറഞ്ഞ കണക്കൊല്ല സനാതന ധർമ്മവും അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഹിന്ദുയിസവും ഹിന്ദുത്വവും രണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നിലപാടുള്ള ആളുകൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് എറ്റേണൽ ആണ്, അല്ലെങ്കിൽ ട്രാൻസെൻഡിങ് ട്രഡീഷനാണ്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ റൂട്ട്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറഞ്ഞാലും അതിനെ ഹൈജാക്ക് വേണ്ടി കെട്ടിയിരിക്കുന്നത് ഇപ്പോഴും ഹിന്ദുത്വവാദികളുടെ തൊഴുത്തിലാണ്. അതുകൊണ്ടാണ് സനാതനം എന്നുള്ള പദത്തിന് ഇപ്പോഴത്തെ അവർ കൊടുക്കുന്ന വിവക്ഷ. മതം പൂർണ്ണമായി അതിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമേ അല്ല. സിഖിസത്തിനെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്? സിഖിസം ഇതുമാതിരി സെയിം തന്നെ ആയിട്ടുള്ള ഒരു റിലിജ്യൻ തന്നെയാണല്ലോ. അവിടെ സനാതനികൾ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല ഇത്. അതിനകത്ത് തന്നെ വ്യത്യസ്ത ചിന്താധാരകളുണ്ട്, അതിന് ഫിലോസഫിക്കൽ റൂട്ട്സ് വേറെ ഉണ്ട്. അപ്പോൾ അത്തരം വാദങ്ങളൊക്കെ നമുക്ക് തർക്കിക്കണമെങ്കിൽ വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യക്ഷ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ആര്യസമാജമൊക്കെ പറഞ്ഞാണ് കൊല്ലം, അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ് കൃത്യമായിട്ട് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. ഇതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ്, അല്ലാതെ അതിൻ്റെ മതാനുഷ്ഠാനങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ ശ്രീനാരായണ ഗുരു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉൽപ്പതിഷ്ണുമായ, ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള, ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്ത കുറെ പ്രതിഷ്ഠകളുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും നടത്തിയ പ്രതിഷ്ഠകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമേ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അബദ്ധജടിലമായ വിശ്വാസങ്ങളിലും മുങ്ങി മയങ്ങിയ ഒരു ജനതയെ എങ്ങനെയാണ് ഒരു പ്രതിഷ്ഠ നടത്തി, അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ ഇത് ബ്രാഹ്മണന് മാത്രമേ സാധ്യമുള്ളൂ, നിങ്ങൾ എന്തിനാണ് പ്രതിഷ്ഠ നടത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ കണ്ടു. അന്നേരം ആ ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രതിഷ്ഠ എന്നുള്ളൊരു സാധനത്തിനെ അട്ടിമറിക്കുകയും അതിനുശേഷം കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആരാധന ക്രമങ്ങൾ മാറ്റം വരുത്തേണ്ട സമയമായെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കണ്ണാടി എടുത്തു വെച്ചോട്ട് നീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ വിപ്ലവാത്മകമായിട്ട്, ഇത്രയും വിപ്ലവാത്മകമായിട്ട് ഏത് റവല്യൂഷണറി അല്ലെങ്കിൽ ഏത് സന്യാസി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിബൽ സന്യാസി തന്നെയായിരുന്നു. വളരെ റിബല്യസ്നെസ് ഉള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് സാധാരണ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഇത്രയും മനോഹരമായ രീതിയിൽ സംസാരിക്കുന്ന, വലിയ വേദങ്ങളൊന്നും ഉരുവിടാതെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കേരള സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഹിന്ദുത്വത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ആരെ അനുവദിക്കില്ല, കേരളത്തിലെ ജനത അനുവദിക്കത്തില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നായകനാണ്. ശ്രീനാരായണ ഗുരുവിനെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കെട്ടണ്ട എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ പ്രസംഗത്തിലുടനീളം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നില്ല അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. സനാതന ധർമ്മം ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വരാറുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആത്മീയ വശമല്ല പറഞ്ഞത്. താങ്കൾ ആ പ്രസംഗത്തിൽ കേട്ട് കാണും വളരെ കൃത്യമായി.
ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വരുമ്പോഴാണ് അവിടെ പിണറായി വിജയനും ഉദ്ദേശിക്കുന്നത് ചില രാഷ്ട്രീയമാണോ എന്ന്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഒരു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ഐക്യം ഹൈന്ദവ വിഭാഗത്തിനുണ്ടായി. താങ്കൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ശ്രീനാരായണീയ വിഭാഗം ഇടതുപക്ഷമാണ് എന്ന് പറയാൻ സാധിക്കുക എന്ന്. എനിക്ക് അതിനെ ടെക്നിക്കലി താങ്കളെ സാധൂകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നത് രഹസ്യ ബാലറ്റാണ്. അതുകൊണ്ട് ഞാനും താങ്കളുമൊക്കെ ആർക്ക് വോട്ട് ചെയ്തു എന്നൊന്നും സാങ്കേതികമായി പറയാൻ പറ്റില്ല. പക്ഷേ താങ്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഓരോ ജാതി മത വിഭാഗവും ഓരോ കാലഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ആരെ പിന്തുണയ്ക്കുന്നു, വോട്ട് ചോർച്ച എവിടെ സംഭവിക്കുന്നു, അത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംഭവിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായി അറിയാം. അത് പരസ്യമായി പറയുന്നവരുമുണ്ട്, പറയാത്തവരുമുണ്ട്. എനിവേ അത് നമുക്ക് വിടാം. പക്ഷേ അവിടെയാണ് വിഷ്ണു പറയുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം എന്നത് പ്രസക്തമാകുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് മാറി നിൽക്കുന്നു എന്ന് തോന്നലുണ്ടാകുന്നു. അതിന് കാരണം ഈ സനാതന വിഷയങ്ങളെ അടക്കം BJP അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളായി മാറുമ്പോൾ അതിലേക്ക് കൂടുതൽ വിഭാഗങ്ങൾ ഹൈന്ദവർ എടുത്തുപോയാൽ അത് ദോഷം ചെയ്യാം ഇടതുപക്ഷത്തിന്. ആ ഒരു തിരിച്ചറിവാണോ എന്ന് സ്വാഭാവികമായും ഒരു സാമാന്യ യുക്തിയിൽ തോന്നിപ്പോകാം. ഇതിനകത്ത് നമുക്ക് 2 സ്റ്റാൻഡുകൾ എടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ യാഥാസ്ഥികരുടെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാം. ഇവിടെ വൈക്കം സത്യാഗ്രഹം വേണ്ടായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം വേണ്ടായിരുന്നു, ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം വേണ്ടായിരുന്നു, ഇവിടെ പന്തിഭോജനം വേണ്ടായിരുന്നു, ഇവിടെ ജാതി വ്യവസ്ഥ അതേപടി തുടർന്നാൽ മതിയെന്ന് അവകാശപ്പെടുന്നവരാണ് സംഘപരിവാറിന്റെ ശക്തികൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ നയിക്കുന്നത് മനുവാദമാണ്, ചാതുർവർണ്ണ്യമാണ്. അത് അടിവരയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അല്ലെന്ന് ഈ ഇരിക്കുന്ന വിഷ്ണുവിന് പോലും നിഷേധിക്കാനാവില്ല. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അതെടുത്ത് കോട്ട് ചെയ്ത് പ്രത്യേകം പറഞ്ഞു. അതിന് മുമ്പ് എന്താണ് പറയുന്നത്, അതിന് മുമ്പിലത്തെ വരി എന്താണ്, പിമ്പിലത്തെ വരി എന്താണെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞത് അത് ആരെ ഉന്നം വെച്ചാണെന്ന് വളരെ കൃത്യമാണ്. അത് BJP ഉന്നം വെച്ച് തന്നെയാണ്. BJP ശ്രീനാരായണ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്ന, സ്വാമി വിവേകാനന്ദനെ ഹൈജാക്ക് ചെയ്തതുപോലെ ഉള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ വേണ്ടി തന്നെയാണ്. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ വീക്ഷണമാണ്. അതിനകത്ത് ആത്മീയ വീക്ഷണം അല്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നടത്തിയിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ആൻഡ് ദ മെസ്സേജ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. അത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടുന്ന രീതിയിൽ കൊണ്ടു എന്ന് തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല, ഒറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉൽപ്പതിഷ്ണുവായ, ഇത്രയും പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന, ഇത്രയും റിബല്യസ് ആയിട്ടുള്ള ഒരു സന്യാസി വര്യനെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്, കേരളത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉഴുതുമറിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം വളക്കൂറുണ്ടാക്കിയ മണ്ണാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകാൻ ആരും ശ്രമിക്കേണ്ട എന്ന് തന്നെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് മുഖ്യമന്ത്രി. അല്ലാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. അത് വളരെ അളന്ന് കൂട്ടി കൃത്യമായിട്ട് പറഞ്ഞത് തന്നെയാണ്. ശ്രീ വിഷ്ണു, ഇവിടെ BJPയുടെ ദേശീയ വക്താവ് തന്നെ പറയുന്നത് പിന്നെ മറ്റു മതങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഒന്നാമതായി അദ്ദേഹം ഈ ശിവഗിരി സമ്മേളന കാലയളവിൽ ഒരു മതത്തെ കുറിച്ച് പറഞ്ഞതായി നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ജാതിയുടെ പേര് അദ്ദേഹം ഉച്ചരിച്ചതായി ഞാൻ ആ പ്രസംഗത്തിൽ കേട്ടിട്ടില്ല. ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറയുന്നില്ല. മാത്രവുമല്ല പലപ്പോഴും മത നേതാക്കന്മാരെ അടക്കം വിമർശിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് പിണറായി വിജയൻ എന്ന് താങ്കൾക്കും അറിയാം. കേരളത്തിലെ ഒരു മത പുരോഹിതനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തതാണ്. അതോടൊപ്പം തന്നെ തിരുകേശ വിവാദത്തിലടക്കം ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ആളുകൂടിയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ അത് ജാതി മതത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് പലപ്പോഴായി പ്രഖ്യാപിക്കുകയും അത് പൊതുവേദികളിൽ തന്നെ, ഒട്ടും രഹസ്യമായല്ല, പൊതുവേദികളിൽ തന്നെ പറയാറുണ്ട്. ഇന്നും പിണറായി വിജയനോടുള്ള ചോദ്യത്തിന് താൻ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലുമുള്ള തിരുത്തലിനും പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് പറയാനൊക്കെ ധൈര്യമുണ്ടാകുമോ എന്നൊക്കെ BJP നേതാക്കൾ ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? തിരുകേശ വിവാദത്തെക്കുറിച്ച് പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പിണറായി വിജയൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വീണ്ടും ആ വാദം പറയട്ടെ, ഒരിക്കൽ കൂടി ആവർത്തിക്കാനോ ആ മതവുമായി ബന്ധപ്പെട്ട കാലഹരണപ്പെട്ട മതപരമായ വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ CPM-ന് കഴിയുമോ? ഒരു കാലത്ത് ശരീഅത്ത് നിയമത്തിന്റെ ഭാഗമായി ബീഗം കേസ് ഉണ്ടായപ്പോൾ കേരളത്തിലടക്കം വലിയ വെല്ലുവിളികൾ നടത്തിയവരാണ് CPM. അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മുടെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ
കോഴിക്കോട് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച ആ പാർട്ടി ഇന്ന് അത്തരത്തിലുള്ള മത നിയമങ്ങളിൽ എന്ത് നിലപാടെടുത്തു? ഇന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരാണ് മതേതരക്കാർ, അവരാണ് പുരോഗമനവാദികൾ. പക്ഷേ ഇന്ന് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമ്പോൾ ഒരു മതവിഭാഗം എതിർക്കുന്നത് കൊണ്ട് മാത്രം ഭരണഘടനാപരമായ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കണ്ണടച്ചെതിർക്കുന്നവരാണ്. അവരെങ്ങനെയാണ് മതേതരവാദികളാവുന്നത്? അവർക്ക് അന്തസ്സുണ്ടെങ്കിൽ, അവർക്ക് നിലപാടുണ്ടെങ്കിൽ അവരാദ്യം പറയട്ടെ, നരേന്ദ്രമോദി സർക്കാർ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പറയാൻ പിണറായി വിജയൻ കഴിയുമോ? ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ അവിടെ യൂണിഫോം സിവിൽ കോഡിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അനുകൂലമാകുന്ന തരത്തിലോ രാഷ്ട്രീയ യൂണിഫോം സിവിൽ കോഡ് എങ്ങനെയാണ് അഭിലാഷ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അനുകൂലമാകുന്നത്? അതൊരു മത നിയമമല്ലല്ലോ. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ പൊതുവായ നിയമമാണ്. അതെങ്ങനെയാണ്? അതിലെവിടെയാണ് ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത്? രാജ്യത്തിന്റെ പൊതുവായ നിയമങ്ങൾ അഭിലാഷിനും എനിക്കും ഇവിടെ മതവ്യത്യാസമില്ലാതെ ഓരോ പൗരന്മാർക്കും ബാധകമാകുന്നു. നമ്മൾ സ്കൂളിൽ പോകുന്നു, ഒരേപോലെ പഠിക്കുന്നു, ഒരേപോലെ ജീവിക്കുന്നു, ഒരേ രീതിയിൽ സർക്കാർ നമ്മൾക്ക് പരിഗണന നൽകുന്നു, ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ സിവിൽ നിയമങ്ങളിലടക്കം മതപരമായ വ്യത്യാസങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് മാറ്റാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെല്ലുവിളിക്കുന്നവരാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് യാതൊരു പുരോഗമനവുമില്ല, യാതൊരുവിധ നൈതികതയുമില്ല. അവർക്ക് എപ്പോഴും വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇന്ന് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പിണറായി വിജയൻ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം പിണറായി വിജയൻ പുരോഗമനവാദിയാണെന്ന്. പിന്നെ പറഞ്ഞല്ലോ മനുവാദവും ചാതുർവർണ്ണയൊക്കെ. ആരാണ് ചാതുർവർണ്ണയത്തിന്റെ വക്താക്കൾ? ഇന്ന് വരെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ദേശീയ സെക്രട്ടറി ആക്കാൻ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സ്വന്തം പാർട്ടിയുടെ ഉന്നത പദവിയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എങ്കിലും കൊണ്ടുവരാൻ കഴിയാത്ത പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇന്ന് ഒട്ടനവധി ദളിതരെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു മുഖ്യമന്ത്രിമാരാക്കി രാഷ്ട്രപതിയാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് മനുവാദവും നിങ്ങളുടെ ജാതിവാദവും ഒക്കെ ശ്രീ ജയരാജ് ഉൾപ്പെടെയുള്ളവർ 4 മടക്കി AKG സെന്ററിൽ വെച്ചാൽ മതി. അല്ലാതെ അതൊന്നും ഞങ്ങളടുത്തേക്ക് കൊണ്ടുവരണ്ട. ഈ രാജ്യത്തെ എല്ലാ ദുർബല ജനവിഭാഗങ്ങളെയും സോഷ്യൽ എഞ്ചിനീയറിലൂടെ ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് താങ്കൾ മനസ്സിലാക്കണം. അത് താങ്കളുടെ പാർട്ടിക്ക് നാളുവരെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് വിവരക്കേട് തന്നെയാണ്. പിന്നെ കോൺഗ്രസ് പറയുന്നല്ലോ സനാതന ധർമ്മത്തെ VD സതീശൻ, ഈ വാദം VD സതീശൻ INDA യോഗത്തിൽ പറയുമോ? നിങ്ങളുടെ സഖ്യകക്ഷിയായ DMK എന്താ സനാതന ധർമ്മത്തെ പറ്റി പറഞ്ഞതെന്ന് നിങ്ങൾ മറന്നുപോയോ? മലയേറിയെ പോലെ തുടച്ചു നീക്കണമെന്ന്. അതിന്റെ പേരിൽ മധ്യപ്രദേശിൽ നിങ്ങളുടെ യോഗം പോലും നിങ്ങൾക്ക് റദ്ദാക്കേണ്ടി വന്നു. അങ്ങനെ ഗതികേടുള്ള പാർട്ടിയാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ നയവും ഓരോ നിലപാടും സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾക്ക് കൃത്യമായ നയങ്ങളില്ല, നിലപാടുകളില്ല. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മലബാറിലെത്തിയാൽ നിങ്ങളുടെ നയം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ്, എന്നാൽ തെക്കൻ കേരളത്തിൽ എത്തുമ്പോൾ മറ്റെവിടെയെങ്കിലും പോകുന്നു. ഇങ്ങനെ നാണമില്ലാത്ത നിലപാടുകൾ തന്നെയാണ് എപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആശയങ്ങളും നയവുമെല്ലാം എപ്പോഴും മുസ്ലിം ലീഗിന്റെ തൊഴുത്തിലാണ് കൊണ്ട് കെട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൽ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ അനുസൃതമായി അവരെല്ലാം സ്വയം പുരോഗതിക്ക് വിധേയരാകുകയും എല്ലാ ധർമ്മങ്ങളെയും തിരിച്ചറിയുകയും സ്വന്തം തെറ്റുകൾ സ്വയം തിരുത്തുന്നതാണ് സനാതന ധർമ്മം. അതിന് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഗുരുക്കന്മാരുണ്ട്. ഈശ്വരമായ രീതിയിൽ അവരെല്ലാം അതിനെല്ലാം തിരുത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ ഈ സമൂഹത്തെ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ 2000 വർഷം പഴക്കമായിട്ടും മതനിയമങ്ങളിൽ മാറ്റം വരാൻ കഴിയാത്ത, അതേ മതനിയമങ്ങളെ ഒന്ന് വിമർശിക്കാൻ പോലും കഴിയാത്ത നേതാക്കന്മാരാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സനാതന ധർമ്മം കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. ഞാൻ ജയരാജിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അനൂപ്, താങ്കൾക്ക് കൂടിയാണ് വിമർശനം. വിഷ്ണു വിമർശിച്ചോളൂ, പക്ഷെ ഒരു കാര്യം വിഷ്ണു മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്നും 10 ജന്മം ജനിച്ചാലും ശ്രീനാരായണ ഗുരുദേവന്റെ ലെഗസി അവകാശപ്പെടാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരയിൽ വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസമില്ലാതിരുന്ന നിരീശ്വരവാദികളായ ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. 2 പേർക്കും ഗുരുവിനെ അവകാശപ്പെടാൻ കഴിയും. പക്ഷെ ഒരിക്കലും അതാണ് സനാതന ധർമ്മം. അതാണ് എല്ലാവർക്കും സ്പേസ് നൽകുക എന്നുള്ളതാണ് സനാതന ധർമ്മം എന്നുള്ളത്. ഞാൻ പറയട്ടെ, മിണ്ടരുത്. ഞാൻ താങ്കളുടെ ഒഴുത്തിൽ മിണ്ടാതിരുന്ന ഞാൻ പറയട്ടെ, അവിടെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ വിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും അവകാശപ്പെടാൻ കഴിയും. പക്ഷേ ഒരിക്കൽ പോലും സംഘപരിവാർ പ്രതിദാനം ചെയ്യുന്ന വിഷപ്രത്യയശാസ്ത്രത്തിന് ശ്രീനാരായണ ഗുരുവിനെ അവകാശപ്പെടാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ മുഴുവൻ ആശയങ്ങളുടെയും രത്ന ചുരുക്കം എന്ന് പറയുന്നത് എന്താ? ജാതിഭേദം മതദ്വേഷമില്ലാതെ സോദരത്വത്തിന് വാഴുന്ന മാതൃകാസ്ഥാനം, ദിവസവും അന്യമത വിദ്വേഷം വിളമ്പുന്ന
ആളുകൾക്ക് ശിവഗിരിയിൽ പ്രവേശിക്കണമെങ്കിൽ 10 വട്ടം കുളിച്ചാലും അത് മാറില്ല എന്നുള്ള അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടു കിടക്കുന്നത്. ഈ രാജ്യത്ത് മതവിദ്വേഷവും രാജ്യവിഭജനവും ഒക്കെ കലാപങ്ങളിൽ നിന്നൊക്കെ നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നിങ്ങളുടെ സഖ്യകക്ഷി. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ പിന്തുടർച്ചക്കാർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിനെ പോലുള്ള കൊടുമിഷം ഈ നാട്ടിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിലടക്കം പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്കൊപ്പം പോയി വോട്ട് ഇരുന്ന് വാങ്ങിയവരാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് SDP വിജയാഘോഷിച്ചത്. ആ നിങ്ങളൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മത്തെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാണെന്നുള്ളത്. ആ ധർമ്മത്തെ പോലും കുടിച്ചുമൂടാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പമാണ് നിങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്. അവരാണ് നിങ്ങൾ, അവരാണ് കോൺഗ്രസ്, അവരാണ് മുസ്ലിം ലീഗുകാർ, അവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. അതുകൊണ്ടൊന്നും നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയത്തെ പിന്തുണയ്ക്കാൻ ഒരിക്കലും യോഗ്യല്ല. ആർ അപമാനിച്ചു വിട്ട പാർട്ടിയാണ് നിങ്ങൾ. അത് നിങ്ങൾ ചരിത്രം മറന്നു പോകരുത്. ഞാൻ വീണ്ടും പറയണോ, സമയപരിമിതിയുണ്ട്. അനൂപ് പറഞ്ഞു അവസാനിപ്പിക്കും. സ്വായത്തമാക്കണമെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്? ദിവസവും അന്യമത വിദ്വേഷം പ്രസംഗിക്കുന്ന, അന്യമതങ്ങളെ കുറിച്ച് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിക്ക് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ലെഗസി അവകാശപ്പെടാൻ കഴിയുക? ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് കഴിയും, വിശ്വാസികൾക്ക് കഴിയും. ഞങ്ങൾക്ക് പിണറായി ജീവികൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് RSS രൂപീകരിച്ച കാലത്ത് ശ്രീനാരായണ ഗുരു ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് വന്നാൽ ആട്ടുമായിരുന്നു. കഴിയില്ല നിങ്ങൾക്ക്. ചാനലിൽ വന്നിരുന്നത് അനൂപെ പച്ച കള്ളം പറയാൻ നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ നാണമില്ലാതെ പച്ച കള്ളം പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെയും ആദർശത്തെയും അദ്ദേഹത്തിന്റെ എല്ലാം കടമെടുത്തുകൊണ്ട് RSSന്റെ വന്ദനത്തിൽ പോലും ഉൾപ്പെടുത്തിയിട്ടവരാണ് ഞങ്ങൾ അങ്ങനെയാണ് ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ശ്രീനാരായണീയരായ R ശങ്കരനെ അപമാനിച്ച് ഇറക്കി വിട്ടവരല്ല. നിരന്തരമായി ദുഷ്ടലാക്കോടുകൂടി ആരോപണം ഉന്നയിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് അതിന്റെ പ്രചാരകന്മാർക്ക് ശ്രീനാരായണ ഗുരുവിന്റെ സവിധത്തിൽ സ്ഥാനമുണ്ടാകില്ല. അതാണ് നിലപാട്. ശ്രീ ജയരാജൻ, ഞാൻ വീണ്ടും താങ്കളിലേക്ക് വരുമ്പോൾ ഇവിടെ വിഷ്ണു അടക്കം അല്ലെങ്കിൽ അനൂപ് അടക്കം സൂചിപ്പിക്കുന്ന പല വിഷയങ്ങളുണ്ട്. അത് മാറ്റിവെച്ചുകൊണ്ട് വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെയെങ്കിലും വോട്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള വഴിയാക്കി മാറ്റുന്നു BJP സനാതന ധർമ്മത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ തന്നെ മറുഭാഗത്തും ഇത്തരം മതജാതി വിഭാഗങ്ങളുമൊക്കെയായി കൈകോർക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിനും ഉണ്ടാകാറുണ്ട്. അവിടെയും ചില മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിന്തുടരേണ്ട സാഹചര്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ ലെനിനിസ്റ്റ് ചിന്താഗതിയിൽ നിന്നൊക്കെ ഇടതുപക്ഷം എത്രത്തോളം മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാകണമെന്നില്ല മറ്റ് രാജ്യങ്ങളിലെ ഇടതുപക്ഷ നിലപാട്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഇടതുപക്ഷ ചിന്താഗതികളിലും പ്രത്യേകിച്ച് ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ നിന്നൊക്കെ എത്രത്തോളം മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ചിന്താധാര എന്ന് താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ അത്തരം ചില മാറ്റങ്ങൾ, അത് കാലാനുസൃതമായ മാറ്റങ്ങൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. അതുപോലുള്ള മാറ്റങ്ങൾ ഹൈന്ദവ വിഭാഗത്തിലും സനാതനധർമ്മത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നിലേക്ക് പോക്കാണ്. അത് അത്തരത്തിലുള്ള ഒരു രാജഭരണകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്, ബ്രാഹ്മണ്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് എന്നെങ്ങനെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അനേകായിരം പോരാട്ട സമരങ്ങളിലൂടെയാണ് ഇവിടെ റോഡിൽ കൂടെ, ഇപ്പോൾ നമ്മൾ കുമാരനാശാൻ എഴുതിയതുപോലെ തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പൊട്ടാനും ദോഷമുള്ളവരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അധിക കാലമൊന്നും പോണ്ട, ഒരു 100 വർഷത്തിന് മുമ്പ് ആളുകൾക്ക് റോഡിലൂടെ നടക്കാൻ പോകാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. പൊന്തക്കാടുകൾക്കിടയിലൂടെ എഴഞ്ഞു നടക്കണമായിരുന്നു. ഇവർ അവകാശപ്പെടുന്നുണ്ടല്ലോ ദളിതരെയും മറ്റ് ആളുകളെയൊക്കെ മുഖ്യമന്ത്രിയാക്കി അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കി എന്നൊക്കെ. ഇതെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ ഫേസ് ആണ്. എങ്ങനെയാണ് ഈ മഹാനായ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കുന്ന വഴി മുസ്ലിംസിന്റെ മുമ്പിൽ ഒരു ഹ്യൂമൻ ഫേസ് ഉണ്ടാക്കി വെച്ചത്? അതേ സ്ട്രാറ്റജി അല്ലാതെ 1 or 2 പേരെ ഇവർ എടുത്തു വെക്കുകയും ട്രൈബൽസിനെതിരെ വനവാസി സംഘം ഉണ്ടാക്കി, എന്നിട്ട് ട്രൈബൽസിനെ മീസോറാമിൽ കൊന്നൊടുക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതെ, ഒരിക്കൽ പോലും സന്ദർശിക്കാതെ, പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാതെ ഇന്നും അവിടെ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ട്രൈബൽ ആയിക്കോട്ടെ, എത്നിക് ക്ലെൻസിംഗ് അവിടെ നടക്കുന്നത്. എത്രയധികം പള്ളികൾ തകർക്കപ്പെട്ടു. ഇതെല്ലാം കണ്ടിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന്റെ അന്നാണ് അദ്ദേഹം പറഞ്ഞത്
മാപ്പ് ചോദിച്ചത് ജനതയോട്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്ന് മാപ്പ് ചോദിച്ചത് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ് മാപ്പ് ചോദിച്ചത്. മാപ്പ് ചോദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാര്യമായിട്ട് കൃത്യമായിട്ട് ഇടപെടുന്ന സ്ഥലത്ത് ഇടപെടണം. ആ ഇടപെടലുകളൊന്നും ചെയ്യാതെ പിന്നെ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം, ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരു വോട്ട്, യൂണിഫോം സിവിൽ കോഡ്. അവസാനം എവിടെയാണ് ഇത് എത്തി നിൽക്കുന്നത് അറിയോ? ഒരു മതം, അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള RSSന്റെ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ പ്രാധാന്യം എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എല്ലാം ഒരു രാജ്യം, ഒരു ഇലക്ഷൻ, ഒരേ നിയമം, ഒരേ കാര്യങ്ങൾ, എല്ലാം ഒന്ന് അവസാനം വന്നിരിക്കുന്നു. ഒരു മതം പോരെ, ഒരു മതം അങ്ങ് ഫോളോ ചെയ്താൽ പോരെ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ രാജ്യമൊക്കെ ഒരു മതം എങ്ങനെയാകും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ആരുടെയെങ്കിലും വിശ്വാസങ്ങൾ അവിടെ യൂണിഫോം സിവിൽ കോഡ് ഹനിക്കപ്പെടുമോ? ഇല്ലല്ലോ. പൊതു സിവിൽ നിയമങ്ങൾ ഒന്നായിത്തീരും. ഇവിടുത്തെ വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ മറ്റു മതങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന പോലെ മണ്ടത്തരല്ലേ? ഒരു പേഗൻ റിലിജൻ അല്ലേ, മറ്റേതൊക്കെ സെമിറ്റിക് റിലിജൻ അല്ലേ? അതൊക്കെ ഏകദൈവ വിശ്വാസമല്ലേ? ഏകദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം എന്താണെന്ന് അറിയാമോ? ഈ സനാതനം എന്ന് പറയുന്ന സനാതനം എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റൽ ലെവലിൽ പോകുന്ന ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ആണ്. അത് BJPക്കാർ പറയുന്ന കോൺസെപ്റ്റ് അല്ല. BJPക്കാർ അവകാശപ്പെടുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സനാതനം എന്ന് പറയുന്നതും തമ്മിൽ പുലബന്ധം പോലും ഇല്ല. ആ വാക്കുമായിട്ട് പുലബന്ധം പോലും ഇല്ല. അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതൊന്നും മനസ്സിലാക്കാതെ ഇവർ സനാതനത്തിനെയും ഈവൻ വേദങ്ങൾ എടുത്ത് പരിശോധിക്കുക. അവിടെ സ്ത്രീ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നില്ലേ? ഗാർഗയെ കുറിച്ചും മറ്റു സ്ത്രീ ലീഡേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങളല്ല. അതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? വാഗ്ദേവി സൂത്രം എന്നാണ്. വാഗ്ദേവി, വാക്കിന്റെ ദേവത എന്നാണ് പറയുന്നത്. ആ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ? മനു ചെയ്യേണ്ടുന്ന പരമാവധി മനു ചെയ്തു വെച്ചു. അതിനുശേഷം ചാണക്യൻ അതിനകത്ത് അഡീഷൻസ് കൊണ്ടുവന്നു. അതേ സാധനം തന്നെയല്ലേ ഇന്ന് ഇവര് വീണ്ടും തുടരുന്നത്. മനുഷ്യനായിട്ട് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, വിവിധ ഉപജാതികളുടെ പേരിൽ, കുലത്തൊഴിലിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി, ഇവരെ ചവിട്ടിത്തേക്കാൻ വേണ്ടി ഈ പറയുന്ന ഒരു പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് കൊടിപിടിക്കുന്നവരല്ലേ ഇവിടുത്തെ സവർണ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി. അവർക്കതല്ലാതെ എന്താണ് ഉള്ളത്? അവർക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണി നടപ്പിലാക്കണം. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. ആ ഒരു ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഗൂഢമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ആരെയും അവർ കൂട്ടുപിടിക്കും, ആരെയും അവരുടെ ആളാക്കും. പിന്നെ നേരത്തെ അഭിലാഷ് ഉന്നയിച്ച ഒരു ചോദ്യത്തിനും കൂടെ ഞാൻ ഉത്തരം പറയാം. ഞാൻ പറയട്ടെ, താങ്കളുടെ സമയം കഴിയുമ്പോൾ താങ്കൾ സംസാരിച്ചോളൂ. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ന്യായമാറ്റങ്ങളെ കുറിച്ചാണ്. ഇടതുപക്ഷത്തിനും കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മാറ്റം സംഭവിക്കാത്തത് മാറ്റത്തിന് മാത്രമാണ്. മാറ്റം മാറിക്കൊണ്ടേയിരിക്കും. ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ്. ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനാധിപത്യം ഇല്ലാത്ത ഒരു സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അങ്ങനെ കമ്മ്യൂണിസം നടപ്പാക്കുന്നതിൽ റഷ്യയിൽ നടപ്പാക്കുന്നത് വേറെ രീതിയിൽ, ചൈനയിൽ നടപ്പാക്കുന്നത് വേറെ രീതിയിൽ, ക്യൂബയിലും വിയറ്റ്നാമിലും ലാവോസിലും കംബോഡിയയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം നടപ്പിലാക്കുന്നത് വേറൊരു രീതിയിലാണ്. അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നടപ്പിലാക്കുന്നത് വേറെ രീതിയിലാണ്. ലാറ്റ്വിയയിൽ നടപ്പിലാക്കുന്നത് വേറെ രീതിയിലാണ്. അത് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളനുസരിച്ചാണ് അതിന് പെരുമാറ്റച്ചട്ടങ്ങളും ഉണ്ടാകുന്നത്. അല്ലാതെ ഈ ഇതെന്ന് പറയുന്നത് അവിടെയാണ് ഞാനും താങ്കളോട് ആ സംശയം ചോദിച്ചത്. കാരണം ഇന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു ചർച്ച ക്ഷേത്രങ്ങളിലെ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതും ആ പരിപാടിയുടെയും വീക്ഷണത്തിന്റെ അതാണ് ശ്രീ ജയരാജ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു ചർച്ച ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ആ ശിവഗിരിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം, ശിവഗിരി തീർത്ഥാടന കാലം എന്നത് അവിടെ സാമൂഹികമായ ചർച്ചകൾ നടക്കാറുണ്ട്, സാംസ്കാരിക ചർച്ചകൾ നടക്കാറുണ്ട്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാറുണ്ട്, വ്യാപാര വിഷയങ്ങളിലെ ചർച്ചകൾ നടക്കാറുണ്ട്, പരിഷ്കരണ നീക്കങ്ങൾ നടക്കാറുണ്ട്. അതാണ് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതില്ല, അതൊരു പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറുന്നു എന്ന് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്വാമി പറയുമ്പോൾ അതിനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മനുഷ്യരങ്ങനെ സ്വാഭാവികമായി മുന്നോട്ട് പോകുമ്പോൾ നാളത്തെ സനാതനധർമ്മത്തിലേക്ക് ഇതും ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടാകുന്നത്. ആ സനാതനധർമ്മത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ അതൊരു വിഭാഗത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതാണോ? ആ വിഭാഗത്തെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതോ അല്ലെങ്കിൽ ഈ ഒരു വിയോജിപ്പുകൾ ഈ വിഭാഗത്തിനകത്ത് എപ്പോഴും ഇല്ല എങ്കിൽ അത് അപകടകരമാണ് എന്ന തോന്നലൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകുന്നുണ്ടോ എന്ന സംശയം.
ഇതിനകത്ത് അത്തരം സംശയങ്ങളുടെയൊക്കെ ഒന്നും സ്ഥാനമില്ല. കാര്യം വളരെ ക്ലിയർ ആയിട്ടാണ്, വളരെ ഈ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. അത് കൃത്യമായിട്ടാണ് സെൻഡ് ചെയ്തത്. പറയേണ്ടുന്ന രീതിയിൽ പ്രസക്തമായ ഇനി ദുർവ്യാഖ്യാനങ്ങൾ പല രീതിയിൽ കൊടുക്കാം, ഏത് രീതിയിലും ആളുകൾക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. ഈ നേരത്തെ പറഞ്ഞത് കണക്കുപോലെ പല വ്യാഖ്യാനങ്ങളും അതിന് കൊടുക്കാം. പക്ഷേ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ. സനാതനം എന്ന് പറഞ്ഞാൽ എന്ത് കുന്തം പറഞ്ഞാലും ശ്രീനാരായണ ഗുരുദേവനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ സംഘപരിവാർ ശക്തികളെ സമ്മതിക്കില്ല, അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അതിനപ്പുറത്ത് നോട്ട് എ പെനി ലെസ് നോട്ട് എ പെനി മോർ എന്ന് പറഞ്ഞത് അതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. റൈറ്റ്. എന്തായാലും കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ കൃത്യമായ പങ്ക് വഹിച്ചിട്ടുള്ള ആത്മീയ ആചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ വിഭാവനം ചെയ്തിട്ടുള്ള ഒന്നാണ് ശിവഗിരി തീർത്ഥാടനം. ആ തീർത്ഥാടന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടാണ്. മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ അവഹേളിച്ചോ എന്നതായിരുന്നു ഇന്ന് ഓൺലൈൻ വഴി ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതിൽ 76% പ്രേക്ഷകർ അവഹേളിച്ചു എന്ന പ്രതികരണം ആണ് നൽകുന്നത്. 20% പ്രേക്ഷകർ അല്ല എന്ന് പറയുമ്പോൾ 4% പ്രേക്ഷകർ അഭിപ്രായമൊന്നും രേഖപ്പെടുത്തുന്നുമില്ല. ജാതി ചിന്തകൾക്കും മതചിന്തകൾക്കും അതീതമായി മനുഷ്യൻ നന്നാകണം എന്ന സന്ദേശം തന്നെയാണ് ഗുരുദേവൻ നൽകിയത്. ആ ഗുരുദേവ സന്ദേശങ്ങളിലൂടെ കൂടിയാണ് കേരളം സാമൂഹികമായ ഉന്നമനത്തിലേക്കും ഈ ഘട്ടത്തിലേക്കുമൊക്കെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ചർച്ചകളും സ്വാഭാവികമായും കാലത്തിന്റെ അനിവാര്യത കൂടിയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ, ആ രാഷ്ട്രീയം എന്ത് എന്നതുകൂടിയാണ് പ്രൈം ഡിബേറ്റ് പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.